ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചിപ്സ്, അതായത് കായ വറുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുകയാണ്. അപ്പോൾ ഇതിനാകെ 3 സാധനങ്ങൾ മതി. ഒന്ന് ഏത്തയ്ക്ക, അത്യാവശ്യം മൂത്ത ഏത്തയ്ക്ക, പിന്നെ വേണ്ടത് എണ്ണ, നമുക്ക് വറുക്കാനുള്ള എണ്ണ, പിന്നെ ഉപ്പ്. ഈ 3 സാധനങ്ങൾ മാത്രം മതി. നല്ല യെല്ലോ കളറിലുള്ള നല്ല ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, കളറോ അങ്ങനെ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ചിപ്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കായ വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 കിലോ ഏത്തക്കായാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 7 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇനി തൊലി പൊളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. തൊലി പൊളിക്കുന്നത് ഒത്തിരി വലിയ പണിയൊന്നുമില്ല, കൈകൊണ്ടാണ് പൊളിച്ചെടുക്കേണ്ടത്. കത്തി കൊണ്ട് ചെത്തിക്കളയൊന്നും ചെയ്യരുത്. കത്തി കൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞാൽ കൊള്ളില്ല, നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ കൊള്ളില്ല. ആദ്യം 2 സൈഡ്, 2 അറ്റവും കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൊലി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതായത് ഉള്ളിലേക്ക് നമ്മുടെ കായയുടെ ഭാഗത്തേക്കൊന്നും പിന്നെ പൊട്ടലുണ്ടാകാൻ പാടില്ല. അല്ലാണ്ട് ഈ തൊലിയുടെ മുകളിൽ മാത്രമായിട്ട് ഒരു ലൈനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നമ്മൾ പൊളിച്ചെടുക്കുക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ പൊളിക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് പൊളിഞ്ഞ് കിട്ടാറുണ്ട്. പക്ഷേ ഇത് ഇന്നലെ എടുത്തു വെച്ച കായാണ്, അതുകൊണ്ട് ഒന്ന് ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പൊട്ടി പൊട്ടിയാണ് കിട്ടുന്നത്. ഒരുമിച്ച് നമുക്ക് ആ തൊലി പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏത്തക്കായാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഏത്തക്കായ എല്ലാം പൊളിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കൈകൊണ്ട് തന്നെ പൊളിക്കുക. കത്തി കൊണ്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിപ്സിന് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഏത്തക്കായും തൊലി പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കനം കുറഞ്ഞ് വേണം, ഒരേ സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അരിയുന്ന എല്ലാ പീസിനും ഏകദേശം ഒരേ സൈസ് ആയിരിക്കണം. അതായത് ഒരുപാട് വണ്ണം കൂടിയും കുറഞ്ഞും അങ്ങനെയൊന്നും അരിയരുത്. ഏകദേശം ഒരേ സൈസിൽ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമില്ല, അതിൻ്റെ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിൽ നമ്മളിങ്ങനെ ഉരച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ കനം കുറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് കത്തി കൊണ്ട് തന്നെയാണ്. എനിക്ക് അതിൽ ഉരയ്ക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് മറ്റേ വെജിറ്റബിൾ ഗ്രേറ്റ് ചെയ്യുന്ന അതിനകത്ത് ബ്ലേഡ് യൂസ് ചെയ്യാൻ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാ കായയും ഇതുപോലെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ ഏത്തക്കായും നമ്മൾ ഒരേ വലുപ്പത്തിൽ ഒരേ കട്ടിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം 1/2 ലിറ്ററോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ലിറ്ററോളം എണ്ണ എടുത്താൽ മാത്രമേ നമ്മളിപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു 2-3 ട്രിപ്പായിട്ട് ഇട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ടൈം ഇടേണ്ടി വരും, കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ചിപ്സ് ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കായകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കായ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോടൊന്ന് ഒട്ടാതെ രീതിയിൽ നമ്മൾ വിടർത്തി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ചിപ്സ് എല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴും 2-3 എണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുമ്പം തന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വിടർത്തി ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഒന്നൊന്നായിട്ട് ഇടുമ്പോഴേക്കും നമ്മളുടെ ചിപ്സ്, ആ കായ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ തനിയെ വിട്ട് നിന്നോളും. ഇങ്ങനെ ഇടുന്നതിൻ്റെ ഒരു അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്രയും കായകൾ, അതായത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിടാം. നമുക്ക് കുറച്ചുകൂടെ കായ ഇടാനുള്ള സ്ഥലമുണ്ട്, എണ്ണ മേലെ പൊന്തി നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നമ്മളുടെ എണ്ണയെ അനുസരിച്ചാണ് നമ്മൾ കായ ഇട്ട് കൊടുക്കേണ്ടത്. എണ്ണ ഫുള്ളായിട്ട് കായയുടെ മുകളിൽ വരെ നിൽക്കണം, അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം മുതലേ ഇങ്ങനെ അടി മുതലേ വാരി ഇളക്കരുത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇളക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇപ്പം ചെറുതായിട്ട്, ഒരുപാട് ഇളക്കാതെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം തന്നെ നോക്കിയാൽ നമ്മുടെ ചിപ്സിന് നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും മഞ്ഞപ്പൊടിയോ കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഏത്തയ്ക്ക അത്യാവശ്യം നല്ലപോലെ മൂത്ത ഏത്തയ്ക്കായാണെങ്കിൽ അത് നമ്മൾ എടുക്കുമ്പോൾ പൊളിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ ചുമപ്പ് കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏത്തയ്ക്ക എടുക്കുമ്പം നമ്മുടെ ചിപ്സ് തനിയെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ചിപ്സായി വരുമ്പോഴേക്കും നല്ല മഞ്ഞ കളർ വന്നോളും. അതിൽ പ്രത്യേകിച്ച് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വേവായി എന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി ആകാനുണ്ട്. അപ്പോൾ അത് കൃത്യമായോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കിയാൽ മതി. അപ്പം കടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടണം, പെട്ടെന്ന് നല്ലപോലെ നമുക്കറിയാലോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും വേണം. അതുപോലെ കടിക്കുമ്പം കറ ചവയ്ക്കും, ചിലപ്പം നന്നായിട്ട് ഉള്ളിലേക്കൊന്നും ആ ഒരു ഫ്രൈ ആയിട്ടില്ലെങ്കിൽ കറ ചവയ്ക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൃത്യം ആ സമയത്ത് കോരിയില്ലെങ്കിൽ ഈ നല്ല മഞ്ഞ കളർ മാറിയിട്ട് പിന്നെ ഒരു കരിഞ്ഞ പോലെ ഒരു കളർ വരും. അപ്പോൾ ആ കളർ മാറുന്നതിന് മുമ്പേ കോരാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരാൻ പോവാണ്. കോരിയെടുത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ കോരി എടുക്കുമ്പം ഇതുപോലെയുള്ള ഒരു കോരി ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണ നന്നായിട്ട് വാർന്നു പോയ ശേഷം നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിപ്സ് കോരി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് വെക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു തവി ഇത് കോരുമ്പോഴേക്കും അടി കിടക്കുന്നത് കുറച്ചുകൂടെ കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് ചിപ്സ് കോരിയെടുക്കാൻ ഓർക്കുക. ഇനി മുഴുവൻ കോരിയെടുത്തിട്ട് ഉപ്പ് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ചിപ്സ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് കോരിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉപ്പുനീരാണ് ചേർക്കാൻ പോകുന്നത്. ചിരട്ടയിലെ ഉപ്പുനീരാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ കുറച്ച് ഉപ്പുനീര് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിപ്സ് ആ പാത്രത്തോടെ ഒന്ന് കുടയുക. അപ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും ഉപ്പ് നന്നായിട്ട് പിടിച്ചോളും. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും കോരുമ്പം ആ കോരുന്നതിലേക്ക് ഉപ്പ് തളിച്ചിട്ട് കുടഞ്ഞെടുക്കുക. അപ്പം നമ്മുടെ ബനാന ചിപ്സ്, അതായത് കായ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല. ഏത്തക്കായും ഉപ്പും എണ്ണയും മാത്രം മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഏത്തക്കായൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും ഒരുപാട് നല്ലത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.